17ാം എഡിഷനിൽ മാസ്മരിക ഫോമിലാണ് മലയാളി താരവും രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനുമായ സഞ്ജു സാംസൺ കളിക്കുന്നത്. മുൻ സീസണുകളിൽ സ്ഥിരതയില്ലായ്മയുടെ പേരിൽ ധാരാളം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്ന സഞ്ജു ഇത്തവണ അടിമുടി മാറിയെന്ന് അദ്ദേഹത്തിന്റെ പ്രകടനങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ബാറ്റിംഗിൽ മാത്രമല്ല ക്യാപ്റ്റൻസിയിലും സഞ്ജു അടിമുടി മാറി. അതിന്റെ തെളിവാണ് IPL പോയിന്റ് പട്ടികയിൽ രാജസ്ഥാൻ റോയൽസിന്റെ 2ാം സ്ഥാനം. IPL 2024 സീസണിൽ രാജസ്ഥാൻ റോയൽസിനായി കാഴ്ചവെക്കുന്ന മാസ്മരിക പ്രകടനങ്ങൾ ഇത്തവണത്തെ T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിലും സഞ്ജുവിന് സ്ഥാനം നേടിക്കൊടുത്തു. ഓരോ കളിയിലും പ്രകടനങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സഞ്ജു ഈ സീസണിൽ ഇതിനകം നിരവധി റെക്കോർഡുകളും പഴങ്കഥയാക്കി കഴിഞ്ഞു. IPL 2024 ഇനി ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയാണ് സഞ്ജുവിന്റെ രാജസ്ഥാന് മത്സരമുള്ളത്. ഈ കളിയിൽ തന്റെ തന്നെ ഒരു റൺ നേട്ടം മറികടക്കാനുള്ള അവസരമാണ് സഞ്ജുവിനെ കാത്തിരിക്കുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ മത്സരത്തിൽ 14 റൺസ് നേടാൻ സാധിച്ചാൽ റണ്ണടിസ്ഥാനത്തിൽ സഞ്ജു സാംസണിന്റെ ഏറ്റവും മികച്ച IPL സീസണായി 2024 മാറും. 2013 IPL അരങ്ങേറ്റം കുറിച്ച സഞ്ജു ഏറ്റവും കൂടുതൽ റൺസ് നേടിയ സീസൺ 2021 ആയിരുന്നു. റോയൽസിന്റെ ക്യാപ്റ്റനായി തെരഞ്ഞെടുക്കപ്പെട്ട സീസണിൽ 484 റൺസാണ് സഞ്ജു അടിച്ചുകൂട്ടിയത്. ഇതിനുശേഷം 2022 400 റൺസ് മാർക്ക് മറികടക്കാൻ സഞ്ജുവിന് സാധിച്ചിരുന്നെങ്കിലും 484 റൺസിനെ മറികടക്കാനായില്ല. 2021 40.33 ബാറ്റിംഗ് ശരാശരിയായിരുന്നു സഞ്ജുവിന്റെ റൺ നേട്ടം. എന്നാൽ ഈ സീസണിൽ ലീഗ് ഘട്ടത്തിൽ മാത്രം 3 കളികളിൽ ബാക്കി നിൽക്കുന്നതിനാൽ ബാറ്റിംഗ് അടിസ്ഥാനത്തിൽ സഞ്ജുവിന്റെ ഏറ്റവും മികച്ച സീസണായി ഇത്തവണത്തേത് മാറുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. അടുത്ത കളിയിൽ 29 റൺസ് നേടാനായാൽ സഞ്ജു 500 റൺസ് തികയ്ക്കുന്ന ആദ്യ IPL സീസണായും ഇത്തവണത്തേത് മാറും. ഇതിനിടയിൽ രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ സഞ്ജു സാംസണുമായി സൗഹൃദം പങ്കുവച്ച് ഡൽഹി ക്യാപിറ്റൽസ് ഉടമ പാർത്ഥ് ജിൻഡാലിന്റെ വീഡിയോ ആരാധക ശ്രദ്ധ നേടിക്കഴിഞ്ഞു. നേരത്തെ അദ്ദേഹത്തിനെതിരെ ആരാധക രോഷമുണ്ടായിരുന്നു. ഡൽഹിക്കെതിരായ മത്സരത്തിൽ സഞ്ജു വിവാദ തീരുമാനത്തിൽ പുറത്താവുമ്പോൾ TV അമ്പയറുടെ തീരുമാനം വരുന്നതിന് മുമ്പേ അദ്ദേഹം താരത്തിനെതിരെ ആക്രോശിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ആരാധകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വീഡിയോ ആയിരുന്നു അത് ഔട്ടാണെന്ന് ജിൻഡാൽ വീണ്ടും ഗാലറിയിലിരുന്ന് ആക്രോശിക്കുകയായിരുന്നു. സംഭവം ക്രിക്കറ്റ് ആരാധകർക്ക് ഒട്ടും പിടിച്ചില്ല. സോഷ്യൽ മീഡിയയിൽ കനത്ത ട്രോളുകളാണ് അദ്ദേഹത്തിനെതിരെ വന്നത്. ഇതിനിടെയാണ് പുതിയ വീഡിയോ ഡൽഹി ക്യാപിറ്റൽസ് തങ്ങളുടെ ഔദ്യോഗിക X അക്കൗണ്ടിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. സഞ്ജുവും രാജസ്ഥാൻ റോയൽസ് ഉടമ മനോജ് ബദ്ലയുമായി അദ്ദേഹം സംസാരിക്കുന്ന വീഡിയോയിൽ കാണാമായിരുന്നു. T20 ലോകകപ്പിനൊരുങ്ങുന്ന സഞ്ജുവിന് അദ്ദേഹം ആശംസ നേർന്നുവെന്നും പോസ്റ്റിൽ പറയുന്നു. 16ാം ഓവറിൽ മുകേഷ് കുമാർ എറിഞ്ഞ പന്തിലാണ് സഞ്ജു മടങ്ങിയത്. ലോങ് ഓണിലേക്ക് 6 അടിച്ച പന്ത് ബൗണ്ടറിക്കരികിൽ ഡൽഹി ഫീൽഡർ ഷായ് ഹോപ്പ് കയ്യിലൊതുക്കി. എന്നാൽ ക്യാച്ച് എടുത്ത ശേഷം നിയന്ത്രണം നഷ്ടമായ ഷായ് ഹോപ്പ് ബൗണ്ടറി ലൈനിൽ ചവിട്ടിയെന്നാണ് ഒരു വാദം. പക്ഷേ ഇല്ലെന്നാണ് മറ്റൊരു വാദം. 46 പന്തിൽ 86 റൺസുമായി ക്രീസിൽ നിൽക്കവെയാണ് വിവാദ തീരുമാനത്തിലൂടെ സഞ്ജു പുറത്താവുന്നത്. താരം ക്രീസിലുള്ളപ്പോഴൊക്കെ ടീമിന് വിജയപ്രതീക്ഷയും ഉണ്ടായിരുന്നു. എന്നാൽ തേർഡ് അമ്പയറുടെ തീരുമാനം വന്നതോടെ സഞ്ജുവിന് മടങ്ങേണ്ടി വന്നു. മത്സരം 20 റൺസിനാണ് ക്യാപിറ്റൽസ് ജയിച്ചത്. ഡൽഹി ഉയർത്തിയ 222 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ രാജസ്ഥാൻ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ പൊരുതിയെങ്കിലും 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 201 റൺസ് എടുക്കാനേ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ. സിക്സറുകളും ഫോറുകളും കളം നിറഞ്ഞ ക്യാപ്റ്റൻ സഞ്ജു മനോഹരമായ ഇന്നിംഗ്സ് കാഴ്ചവെച്ചെങ്കിലും രാജസ്ഥാനെ വിജയത്തിലേക്ക് എത്തിക്കാനായില്ല. അപ്രതീക്ഷിതമായി സഞ്ജു പുറത്തായതിന്റെ ആഘാതത്തിൽ നിന്ന് രാജസ്ഥാന് കയറാനാകാതെ വന്നപ്പോൾ ഡൽഹിക്ക് 20 റൺസിന്റെ മിന്നും ജയവും കിട്ടി. ഇതോടെ 11 മത്സരങ്ങളിൽ 16 പോയിന്റുമായി രാജസ്ഥാൻ പട്ടികയിൽ 2ാമതായി തുടർന്നു. 12 മത്സരങ്ങളിൽ നിന്ന് 12 പോയിന്റുമായി 5ാം സ്ഥാനത്താണ് ഡൽഹി ഉള്ളത്. 46 പന്തിൽ 6 സിക്സറുകളും 8 ഫോറുകളുമായി 86 റൺസ് എടുത്ത സഞ്ജു സാംസൺ തന്നെയാണ് രാജസ്ഥാന്റെ ടോപ്പ് സ്കോറർ. ഡൽഹി ഉയർത്തിയ 222 എന്ന വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ രാജസ്ഥാന് തുടക്കത്തിൽ തന്നെ യശ്വസി ജയ്സ്വാളിനെ നഷ്ടമായി. തുടർന്ന് ക്രീസിലെത്തിയ സഞ്ജുവിനെ കൂട്ടുപിടിച്ച് ജോസ് ബട്ട്ലർ സ്കോർ ബോർഡ് ചലിപ്പിച്ചു. സ്കോർ 67 നിൽക്കെ അക്സർ പട്ടേൽ ബട്ട്ലറെ 17 പന്തിൽ 19 എന്ന നിലയിൽ പുറത്താക്കി. ക്രീസിലെത്തിയ റിയാൻ പരാഗിനെ കൂട്ടുപിടിച്ച് കളിയുടെ നിയന്ത്രണം സഞ്ജു ഏറ്റെടുത്തു. സിക്സറുകളും ഫോറുകളുമായി സഞ്ജു കളം നിറഞ്ഞപ്പോൾ പരാഗും പിന്നാലെ എത്തിയ ശുഭം ദുബായും മികച്ച പിന്തുണ നൽകി. സ്കോർ 162 നിൽക്കെ മുകേഷ് കുമാർ എറിഞ്ഞ പന്തുയർത്തി അടിക്കാൻ ശ്രമിച്ചത് ബൗണ്ടറി ലൈനിന് തൊട്ടരികിൽ ഹോപ്പിന്റെ കയ്യിൽ അവസാനിച്ചതോടെ രാജസ്ഥാന്റെ പോരാട്ടത്തിനും മങ്ങലേറ്റു. സഞ്ജു നിർത്തിയെടുത്തു നിന്ന് റോമാൻ പൗലുമായി ചേർന്ന് പോരാട്ടം തുടരാൻ ദുബായ് ശ്രമിച്ചെങ്കിലും അത് അധികം നിന്നില്ല.
സ്കോർ 180-ൽ നിൽക്കെ ഖലീൽ അഹമ്മദിന്റെ പന്ത് സ്റ്റംപ്സ് പിടിച്ച് ദുബൈയുടെ പോരാട്ടം അവസാനിപ്പിച്ചു. പിന്നാലെ എത്തിയ ഡൊനോവൻ ഫെറ്റൈ, രവീന്ദ്രൻ അശ്വിൻ എന്നിവർ ഒറ്റയക്കത്തിൽ പുറത്തായതോടെ രാജസ്ഥാൻ പരാജയം മണത്തു തുടങ്ങി. 19-ാം ഓവറിലെ 2-ാം പന്തിൽ റോവൻ പവലിനെ മുകേഷ് കുമാർ പുറത്താക്കിയതോടെ രാജസ്ഥാൻ പരാജയം ഉറപ്പിച്ചു. ട്രെന്റ് ബോൾട്ടിനും ആവേശ് ഖാനും അവസാന ഓവറിൽ അധികമൊന്നും ചെയ്യാനില്ലാതെ വന്നപ്പോൾ രാജസ്ഥാന്റെ ഇന്നിംഗ്സ് 2 വിക്കറ്റ് ബാക്കി നിൽക്കെ 201-ൽ അവസാനിച്ചു. അതേസമയം 2024 സീസൺ IPL-ൽ കിടിലൻ റെക്കോർഡാണ് സഞ്ജുവിനുള്ളത്. 11 മത്സരങ്ങൾ കഴിയുമ്പോൾ 67.21 ബാറ്റിംഗ് ശരാശരിയിലും 163.54 പ്രഹരശേഷിയിലും 471 റൺസ് അദ്ദേഹം നേടിക്കഴിഞ്ഞു. 5 അർദ്ധ സെഞ്ചുറികളാണ് ഈ സീസണിൽ രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻസിന്റെ വിലയിൽ നിന്ന് വന്നത്. 44 ബൗണ്ടറികളും 23 സിക്സറുകളും അദ്ദേഹം അടിച്ചെടുത്തു. 2024-ൽ സഞ്ജു സാംസണിന്റെ 2.0 വേർഷനാണ് ആരാധകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന അദ്ദേഹം നിലവിൽ റോയൽസിന്റെ ഏറ്റവും സ്ഥിരതയുള്ള താരമാണ്. സീസണിൽ ഇതുവരെ പുറത്തെടുത്ത പ്രകടനങ്ങൾ അവസാന ഘട്ടത്തിലും തുടർന്ന് രാജസ്ഥാൻ റോയൽസിനെ 2-ാം കിരീടത്തിലേക്ക് നയിക്കുകയാവും സഞ്ജുവിന്റെ മുന്നിലെ പ്രധാന ലക്ഷ്യം. 2024 സീസൺ IPL-ൽ പ്ലേ ഓഫ് യോഗ്യതയ്ക്ക് തൊട്ടരികിലാണ് ഇപ്പോൾ സഞ്ജുവിന്റെ രാജസ്ഥാൻ റോയൽസ് നിൽക്കുന്നത്. നിലവിൽ 11 മത്സരങ്ങൾ പൂർത്തിയാക്കി അവരുടെ കയ്യിൽ 16 പോയിന്റാണുള്ളത്. ശേഷിക്കുന്ന 3 മത്സരങ്ങളിൽ ഒന്നിൽ ജയിച്ചാൽ അവർക്ക് പ്ലേ ഓഫിൽ സ്ഥാനമുറപ്പിക്കാം. 2 കളികൾ ജയിക്കാനായാൽ അവർക്ക് ടോപ്പ് 2 ഫിനിഷിനും ഉറപ്പാക്കാം.